Oxford Academy. Tuition for SSLC 9th Standard and CBSE 10th Regular and Holiday Batches. എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന പാഠഭാഗമാണ്. മുമ്പ് 2 വീഡിയോയിലൂടെ ഈ പാഠഭാഗത്തിന്റെ കുറെ കാര്യങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വീഡിയോയിൽ നാം പറഞ്ഞിരുന്നു ഈ പാഠഭാഗത്തെ പ്രധാനമായും 4 ടോപ്പിക്കുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് ഇൻ ഡിഫറെന്റ് മീഡിയം, അതായത് ലോഹങ്ങളുടെ വിവിധ മാധ്യമങ്ങളിലുള്ള രാസപ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ പോയിന്റ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അതായത് ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനങ്ങളും. മൂന്നാമത്തെ പോയിന്റ് ടൈപ്സ് ഓഫ് സെൽസ്, അതായത് വ്യത്യസ്ത തരം സെല്ലുകൾ. 2 തരം സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സെല്ല് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അതായത് വൈദ്യുത രാസ സെല്ല്. രണ്ടാമത്തെ സെല്ല് ഇലക്ട്രോളിറ്റിക് സെല്ല്, അതായത് വൈദ്യുത വിശ്ലേഷണ സെല്ല്. ഈ 2 തരം സെല്ലുകളുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിസിന്റെ ചില ഉപയോഗങ്ങൾ. ഇത്രയാണ് ആ 4 ടോപ്പിക്കുകൾ. നമ്മൾ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് ഇൻ ഡിഫറെന്റ് മീഡിയം, അതായത് ലോഹങ്ങളുടെ വ്യത്യസ്ത മാധ്യമങ്ങളിലുള്ള രാസപ്രവർത്തനം. രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതായത് ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനങ്ങളും. മൂന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് സെല്ലിലെ ആദ്യത്തെ തരം സെല്ലായ ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അതായത് വൈദ്യുത രാസ സെല്ലും. രണ്ടാമത്തെ ടൈപ്പായ സെല്ലായ ഇലക്ട്രോളിറ്റിക് സെല്ല്, അതായത് വൈദ്യുത വിശ്ലേഷണ സെല്ലിലെ ആദ്യത്തെ ടൈപ്പ് സെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെല്ലിന്റെ പേര് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. അത്രയും ടോപ്പിക് വരെ നമ്മൾ മുമ്പ് 2 വീഡിയോകളിലൂടെ പഠിച്ചിട്ടുണ്ട്. ഈ 2 വീഡിയോകൾ കാണാത്തവര് നമ്മളെ ഓക്സ്ഫോർഡ് അക്കാദമി കേരള എന്ന ചാനലിലെ SSLC കെമിസ്ട്രി എന്ന പ്ലേലിസ്റ്റ് നോക്കുക. അതിലെല്ലാ വീഡിയോസും അതിന്റെ കറക്റ്റ് ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണത്തിലെ രണ്ടാമത്തെ തരം സെല്ലിനെയാണ്. സെല്ലിന്റെ പേര് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl, അതായത് സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. നേരത്തെ പഠിച്ചത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl ആണ്, അതായത് സോഡിയം ക്ലോറൈഡിന്റെ ഉരുകിയ ലായനിയാണ്. ഒരു ഉരുകിയ ലായനി ആവുമ്പം സോഡിയം ക്ലോറൈഡിന്റെ ലായനിയിൽ സോഡിയവും ക്ലോറിനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിന് വ്യത്യാസമായിട്ട് ജലീയ ലായനിയോ അല്ലെങ്കിൽ അക്വ സൊല്യൂഷനിൽ വരുന്നത് വാട്ടറിന്റെ ഒരു കണ്ടന്റും കൂടെ അവിടെ അടങ്ങിയിട്ടുണ്ട്, അതായത് ജലം കൂടി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സെല്ലൊന്ന് വരച്ചു നോക്കാം. ഇതാണ് സോഡിയം ക്ലോറൈഡിന്റെ അക്വ സൊല്യൂഷന്റെ ഇലക്ട്രോളിസിന് വരച്ചിരിക്കുന്ന ഒരു സെല്ല്. അതിലെടുത്തിരിക്കുന്ന കമ്പോണൻസിന് ഏതൊക്കെയാന്ന് നോക്കാം. ഇവിടെ സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടത്, അതായത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് സോഡിയം ക്ലോറൈഡ് പ്ലസ് H2O ആണ്, അതായത് സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയാണ്. ഈ സോഡിയം ക്ലോറൈഡ് നമ്മൾ നേരത്തെ മോൾട്ടൺ NaCl അഥവാ ഉരുകിയ ലായനിയുടേത് പറഞ്ഞ സമയത്തെ പോലെ തന്നെ Na+ അയോണും Cl- അയോണും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കൂടാതെ ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ, അതായത് ജലവും നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ ആരാണ് ആനോഡിലേക്ക് പോകുന്നത്, ആരാണ് കാഥോഡിലേക്ക് പോകുന്നത് എന്നാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ചാർജുകൾ, അതായത് വിപരീത ചാർജുകളാണ് ആകർഷിക്കുന്നത് എന്ന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പോവേണ്ടത് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പോകേണ്ടത് നെഗറ്റീവ് ചാർജുള്ള അയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പോവാൻ ചാൻസ് ഇവിടെ വരുന്നത് ആരാണ്? ക്ലോറിൻ മൈനസ് ആണ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പോവാൻ ചാൻസ് ഉള്ളത് ക്ലോറിൻ മൈനസ് ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പോവാൻ ചാൻസ് ഉള്ളത് ആരാ നോക്കാം. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പോവാൻ ചാൻസ് ഉള്ളത് ഇവിടെ പോസിറ്റീവ് ചാർജുള്ള സോഡിയം പ്ലസ് ആയിരിക്കണം. അതായത് നെഗറ്റീവിനോട് ആകർഷിക്കുന്ന ആൾ ആരായിരിക്കണം? Na+ അയോൺ ആയിരിക്കണം. എന്നാലും ഇവിടെ Na+ അയോണിന് പകരം H2O മോളിക്യൂൾ ആണ് ഇവിടുത്തെ നെഗറ്റീവ് അയോണിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ഈ ഇലക്ട്രോഡ്, അതായത് ആനോഡിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിരിക്കും.
അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ഈ ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആയിരിക്കും. ഇവിടെ റെഡ്യൂസിങ് ടെൻഡൻസി അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യാൻ സാധ്യത കൂടുതൽ Na+ അയോണിനേക്കാളും ഉള്ളത് ആർക്കാണ്? H2O ക്കാണ്. അതായത് ഇലക്ട്രോണുകളെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ Na+നേക്കാളും ഉള്ളത് H2O മോളിക്യൂളിനാണ്. അതുകൊണ്ടാണ് H2O മോളിക്യൂള് കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ H2O എന്ന് എഴുതാം. കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്ന H2Oനെ എഴുതാം. ഇനി നമുക്ക് ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. അതായത് ആനോഡിലേക്ക് പോയിരിക്കുന്ന എലമെന്റ് അല്ലെങ്കിൽ അയോണ് ക്ലോറിൻ മൈനസ് ആണ്. അപ്പൊ ക്ലോറിൻ മൈനസ് എന്ന അയോണ് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്. അതായത് ക്ലോറിൻ മൈനസ് അതിന്റെ എക്സ്ട്രാ കിടക്കുന്ന ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. നമ്മൾ മോൾട്ടൺ NaClന്റെ അതായത് ഉരുകിയ NaClന്റെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം പറഞ്ഞപ്പോഴും പറഞ്ഞ സെയിം കാര്യമാണ്. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയപ്പോഴാണ് ക്ലോറിൻ മൈനസ് ആയി മാറിയത്. ആ വാങ്ങിയ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ ഇവിടെ വിട്ടുകൊടുക്കും. ക്ലോറിൻ അതിന്റെ കയ്യിൽ എക്സ്ട്രാ ഉള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ Cl ആയിട്ട് മാറും. Cl ഒരു ഡയറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ദ്വയാറ്റോമിക് മോളിക്യൂൾ തന്മാത്രയാണ് എന്നുള്ളത് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2 ക്ലോറിൻ ഇവിടെ ആവശ്യമുണ്ട്. ആ 2 ക്ലോറിൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ മുഴുവനായും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 2Cl മൈനസ് gives 2 ഇലക്ട്രോൺ. then 2Cl എന്ന് എഴുതാൻ പാടില്ല, Cl2 എന്ന് എഴുതുക. ഈ പ്രോസസ് ഓക്സിഡേഷൻ ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് എഴുതി വെക്കുക. ഇനി H2O അല്ലെങ്കിൽ കാഥോഡിൽ വെച്ചിട്ട് നടന്ന റിയാക്ഷൻ എന്താണ് എന്നാണ് നോക്കേണ്ടത്. അക്വസ് NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയിലെ Na+ അയോണിന് പകരം കാഥോഡിലേക്ക് മൂവ് പോയിട്ടുള്ളത് H2O ആണ്. ഈ H2Oനെ നമുക്ക് 2 അയോൺസ് ആയിട്ട് മാറ്റാം. ഈ H2O H+ അയോണും OH- അയോണും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഈ H+ അയോണ് ഇവിടുത്തെ H+ അയോൺ ഹൈഡ്രജന് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോഴാണ് ഹൈഡ്രജൻ പ്ലസ് ചാർജ് ആയിട്ട് മാറിയത്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രോസസ്സാണ് ശരിക്കും നടക്കേണ്ടത്. കാഥോഡല്ലേ, കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ ഇവിടുത്തെ H+ അയോൺ ആണ് ഇലക്ട്രോണിനെ വാങ്ങാനായിട്ട് റെഡി ആയി നിൽക്കുന്നത്. അപ്പൊ H+ അയോൺ ഇലക്ട്രോണിനെ വാങ്ങിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. H+ അയോണ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ H ആയിട്ട് മാറും, ഹൈഡ്രജൻ ആയിട്ട് മാറും. നമ്മൾ ക്ലോറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജനും ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. അതുകൊണ്ട് തന്നെ 2 ഹൈഡ്രജൻ ഇവിടെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 H2O മോളിക്യൂൾ എടുക്കും. 2 H2O മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ 2 H+ഉം 2 OH- കിട്ടും. അതായത് ക്ലോറിൻ ഇവിടെ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 ഇലക്ട്രോണിനെ വാങ്ങാനായിട്ട് 2 ഹൈഡ്രജൻ ഇവിടെ വന്നു. അപ്പൊ 2 H+ അയോണുകൾക്ക് വാങ്ങാൻ എത്ര ഇലക്ട്രോൺ വേണ്ടി വരും? 2 ഇലക്ട്രോൺ വേണ്ടി വരും. 2 H+ അയോണ് 2 ഇലക്ട്രോണുകളെ വാങ്ങി കഴിഞ്ഞാൽ 2H അല്ല കിട്ടുക, H2 ആണ് ലഭിക്കുക. അതായത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലഭിക്കുന്നത്. ഇവിടെ ഒരു ഹൈഡ്രജന്റെ കാര്യം മാത്രം ആദ്യം പഠിച്ചു വെക്കുക. അതായത് ഒരു H+ അയോൺ ഒരു ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ ഒരു H ആയിട്ട് മാറും. പിന്നീട് ആ ഇക്വേഷൻ മുഴുവൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണുകളെ വാങ്ങാനായിട്ട് ഇവിടെ 2 H+ എടുക്കുക. രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ബാക്കി ഇക്വേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് എക്സാമിനൊന്നും എഴുതി വെക്കേണ്ട ഒരു കാര്യമല്ല. ഇതെങ്ങനെയാണ് ഇലക്ട്രോണുകളെ വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്ട്രാ പറഞ്ഞു തന്നതാണ്. ഇക്വേഷൻ എത്രയേ ഉണ്ടാവുള്ളൂ? 2H2O 2 ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യും. 2 ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുക, അതല്ലെങ്കിൽ സ്വീകരിക്കുക. അപ്പൊ ഈ H2Oയിലെ ആരാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു. H2Oയിലെ H+ ആണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. എന്നിട്ട് ഫോം ചെയ്തിരിക്കുന്നത് H2 ഹൈഡ്രജൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രോഡക്റ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ടത് H2 ആണ്. ഇനി ഈ H2Oയിൽ ഒരു മാറ്റം വരാതെ നിൽക്കുന്ന ഒരാളും കൂടെ ഉണ്ട്, 2 OH- അയോൺ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് സൈഡ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് ഈ 2 OH- കൂടെ ഒന്ന് എഴുതി ചേർക്കാം. ഈ പ്രോസസ്സ് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിൽ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് എഴുതി വെക്കാം. ഇത്രയുമാണ് അക്വസ്
NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയുടെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കുക, ആനോഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്യാസ് ക്ലോറിൻ ഗ്യാസ് ആണ്. അതായത് ആനോഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്ലോറിൻ വാതകമാണ്. കാഥോഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. നേരത്തെ മോൾട്ടൺ NaCl അല്ലെങ്കിൽ NaClന്റെ ഉരുകിയ ലായനിയുടെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം ചെയ്തപ്പോൾ ആനോഡില് ക്ലോറിനും കാഥോഡില് ഹൈഡ്രജന് പകരമായിട്ട് ഇവിടെ കിട്ടിയിരുന്നത് സോഡിയം എന്ന മെറ്റൽ ആയിരുന്നു. ദെൻ ഇവിടെ ആനോഡില് ക്ലോറിനും കാഥോഡില് ഹൈഡ്രജനും ഫോം ചെയ്തു. ഇത്രയാണ് ഇലക്ട്രോളിസിസ് എന്ന ടോപ്പിക്. ഇനി നമുക്ക് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണത്തിന്റെ ആപ്ലിക്കേഷൻ എന്തെല്ലാം എന്ന് നോക്കാം. 4 ആപ്ലിക്കേഷൻസ് ആണ് പ്രധാനമായിട്ടും ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണത്തിനുള്ളത്. ഇതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, അതായത് ലോഹങ്ങളുടെ നിർമ്മാണം. ഏതെല്ലാം ലോഹങ്ങളാണ് ഈ രീതിയിൽ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് നോക്കാം. പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലുമിനിയം എന്നിങ്ങനെയുള്ള ലോഹങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. രണ്ടാമത്തെ ഉപയോഗം നോക്കൂ, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, അതായത് അലോഹങ്ങളുടെ നിർമ്മാണം. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ പോലുള്ള അലോഹങ്ങളുടെ വലിയൊരു എമൗണ്ട് തന്നെ നിർമ്മിക്കാൻ ഈ ഒരു പ്രോസസ്സ് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നോക്കൂ, പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്, അതായത് സംയുക്തങ്ങളുടെ നിർമ്മാണം. അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന സംയുക്തങ്ങൾ NaOH, KOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള സംയുക്തങ്ങളെ നിർമ്മിക്കാൻ സഹായിക്കുന്നുണ്ട്. നാലാമത്തെ ആപ്ലിക്കേഷൻ നോക്കൂ, റിഫൈനിങ് ഓഫ് മെറ്റൽസ്, അതായത് ലോഹ ശുദ്ധീകരണത്തിന് സഹായിക്കുന്നുണ്ട്. ഏതെല്ലാം ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിനാണ് ഇലക്ട്രോളിസിസ് ഉപയോഗിക്കുന്നത് നോക്കാം. കോപ്പർ, ഗോൾഡ് എന്നിങ്ങനെയുള്ള ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ റിഫൈനിങ്ങിന് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് ഇലക്ട്രോളിസിസിന്റെ പ്രധാനപ്പെട്ട ചില ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിന്റെ അവസാനമായി ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്നൊരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു മെറ്റലിന്റെ മേലെ മറ്റൊരു മെറ്റൽ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാക്കുക. അതായത് ഒരു ലോഹത്തിന്റെ മുകളിൽ മറ്റൊരു ലോഹം കൊണ്ട് ആവരണം രൂപപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാല്. എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത് എന്ന് നോക്കാം. റസ്റ്റിംഗ് അല്ലെങ്കിൽ തുരുമ്പിക്കാൻ സാധ്യത കൂടുതലുള്ള മെറ്റൽസ് അഥവാ ലോഹങ്ങളെ റസ്റ്റിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ തുരുമ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര തന്നെ റസ്റ്റിംഗ് ചെയ്യാത്ത തരത്തിലുള്ള ഏതെങ്കിലും മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാക്കും. അങ്ങനെ ആ മെറ്റൽസിന്റെ റസ്റ്റിംഗ് അല്ലെങ്കിൽ തുരുമ്പിക്കൽ തടയാൻ പറ്റും. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഒരു സെല്ല് നോക്കൂ. ഇവിടെ ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഒരു സെല്ല് തന്നിട്ടുണ്ട്. ഇവിടെ നാം ചെയ്യാൻ പോകുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നത് കോപ്പർ പ്ലേറ്റിംഗ് ഓൺ അയൺ ബാങ്കിൾ, അതായത് ഇരുമ്പ് വളയുടെ മേലെ കോപ്പർ കൊണ്ട് ലേപനം ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഏത് മെറ്റൽ ഉപയോഗിച്ചാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത് അതിനെയാണ് ആദ്യത്തെ മെറ്റലായിട്ട് എടുക്കുന്നത്, അതായത് കോപ്പർ ആയിട്ട് എടുക്കുന്നത്. ദെൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത് ഏത് മെറ്റലിന്റെ മേലെയാണോ അതിനെയാണ് നമ്മൾ രണ്ടാമത്തെ മെറ്റലായിട്ട് എടുക്കുന്നത്, അതായത് അയൺ ബാങ്കിളാണ് രണ്ടാമത്തെ മെറ്റലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോപ്പറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ആണ്, അയണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ആണ്. ഇനി ഈ പ്രോസസ് അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താനായി ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതായത് നമ്മൾ കോപ്പറിനെയാണ് അയോണിന്റെ മേലെ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. കോപ്പറിനെ പ്ലേറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ കോപ്പറിന്റെ ഒരു സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ 2+ അയോണും SO4 2- അയോണും കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ കോപ്പർ 2+ അയോണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സൊല്യൂഷന് ബ്ലൂ കളർ ആയിരിക്കും അല്ലെങ്കിൽ നീല നിറമായിരിക്കും ഉണ്ടാവുക. ഇനി ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡായ ആനോഡായി നിൽക്കുന്ന കോപ്പറിനും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് പോകാൻ ചാൻസ് ഉള്ള കോപ്പർ 2+ അയോണിനും ആണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ ഇവിടെ
കാഥോഡ് എന്ന് പറയും. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ ആനോഡ് എന്നും പറയും. നമുക്കിനി ഓരോ ഇലക്ട്രോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം ആനോഡാണ് എഴുതാൻ പോകുന്നത്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ആനോഡിൽ നിൽക്കുന്നത് കോപ്പർ. ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇനി താഴെ ഞാൻ കാഥോഡും കൂടെ ഒന്ന് എഴുതി വെക്കാണ്. കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. കാഥോഡിൽ റിയാക്ഷൻ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ സൊല്യൂഷനിലെ കോപ്പർ 2+ അയോണിനാണ്. ഇനി ഇവിടുത്തെ റിയാക്ഷൻസ് എന്തെല്ലാം നോക്കാം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്സിഡേഷൻ ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ 0 ഉള്ള കോപ്പർ ആണ്. അപ്പൊ ചാർജ് ഇല്ലാത്ത കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ് ആണല്ലോ ഓക്സിഡേഷൻ. കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. കോപ്പറിന്റെ ചാർജ് 2+ ആകുന്നത് വരെ, അതായത് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് കോപ്പർ 2+ ആയിട്ട് മാറും. ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം ഒന്ന് എഴുതി വെക്കാം. ഇനി കോപ്പർ വിട്ടുകൊടുത്ത ഈ 2 ഇലക്ട്രോണുകളെ വാങ്ങാൻ റെഡി ആയിട്ടാണ് ഈ സൊല്യൂഷനിൽ Cu2+ അയോൺ നിൽക്കുന്നത്. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ അയോൺ നിൽക്കുന്നത്. ഇവിടെ കോപ്പർ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ ഈ കോപ്പർ 2+ വാങ്ങും. ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ് ആണല്ലോ റിഡക്ഷൻ അല്ലെങ്കിൽ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം. Cu2+ അയോൺ 2 ഇലക്ട്രോണിനെ വാങ്ങും. അപ്പൊ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് വരുന്നത് നോക്കാം. ഒരു കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത സമയത്തായിരുന്നു അത് കോപ്പർ 2+ ആയി മാറിയത്. ഈ കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ തിരിച്ച് കോപ്പർ ആയിട്ട് മാറണം. അപ്പൊ കാഥോഡിൽ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് കോപ്പർ ആണ്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് എഴുതി വെക്കാം. അപ്പൊ ഈ 2 ഇക്വേഷൻസ് ഒന്ന് നോക്കൂ. എന്തെങ്കിലും ഒരു ബന്ധം കാണുന്നുണ്ടോ എന്നുള്ളത്. സെയിം ഇക്വേഷൻ ആണ്. അതിന്റെ ഗീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട പോലെയാണ് ഇവിടെ റിയാക്ടന്റും പ്രോഡക്റ്റും വന്നിരിക്കുന്നത്. അതായത് ആനോഡിലെ കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കോപ്പർ 2+ ആയിട്ട് മാറും. കാഥോഡിൽ കോപ്പർ 2+ അയോൺ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് കോപ്പർ ആയിട്ട് മാറും. ദെൻ ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിച്ചു, കാഥോഡിൽ റിഡക്ഷൻ സംഭവിച്ചു. ഇനി ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുതരാം. ആനോഡിൽ ഈ കോപ്പർ ആണ് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് കോപ്പർ 2+ഉം 2 ഇലക്ട്രോണും ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് വന്നത്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ CuSO4 ആണ്. ഓൾറെഡി അതിൽ Cu2+ അയോൺ ഉണ്ട്. ദെൻ എക്സസ് ആയിട്ട് ഇവിടെ Cu2+ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള Cu2+ അയോണും ഇവിടെയുള്ള 2 ഇലക്ട്രോണുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാഥോഡിലെ റിയാക്ഷൻ ആയിട്ടുള്ള കോപ്പർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ കോപ്പർ ഫോം ചെയ്തു. ഈ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. 0 സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ടുള്ള കോപ്പർ ഒരിക്കലും സൊല്യൂഷനിൽ നിൽക്കൂല. അപ്പൊ ആ കോപ്പർ എവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും? അയോണിന്റെ മേലെ. അതായത് ഈ കോപ്പർ ഈ ഇരുമ്പ് വളയുടെ മേലെ പോയി പറ്റിപ്പിടിക്കും. ചുറ്റിലും പറ്റിപ്പിടിക്കും. അതായത് ഈ സൊല്യൂഷനിൽ മൊത്തം മുങ്ങിയാണ് ഇരുമ്പ് വള കിടക്കുന്നത്. ഇവിടുന്ന് കോപ്പർ ഇങ്ങനെ ഈ സൊല്യൂഷനിലേക്ക് വരും. സൊല്യൂഷനിൽ നിന്ന് പോയിട്ട് ഇരുമ്പ് വളയുടെ മേലെ പോയിട്ട് പറ്റിപ്പിടിക്കും. ഇതാണ് ഇവിടെ നടന്ന പ്രോസസ്സ്. കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആദ്യം എടുത്തിരിക്കുന്ന ആനോഡായിട്ടുള്ള കോപ്പറിന്റെ കട്ടി കുറഞ്ഞു വരാൻ തുടങ്ങും. കാരണം ഇവിടുത്തെ കോപ്പറാണ് ഇതിലെ പോയിട്ട് അയോണിന്റെ മേലെ പറ്റിപ്പിടിക്കുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു മാറ്റം എന്നത് ഇരുമ്പ് വളയുടെ മേലെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അതായത് കോപ്പറിന്റെ കളർ ആയിരിക്കും ആ ഇരുമ്പ് വളയ്ക്ക് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അയോൺ ബാങ്കിളിന് വന്നിട്ടുണ്ടാവുക. ഇത്രയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനത്തിനുള്ള ഒരു എക്സാമ്പിളും അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ സൊല്യൂഷൻ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റിലെ കോപ്പർ ആണ് ഈ അയോൺ ബാങ്കിൾ അല്ലെങ്കിൽ ഇരുമ്പ് വളയുടെ മേലെ പോയി പറ്റിപ്പിടിക്കുന്നത്. എന്നാലും ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ആയ കോപ്പർ സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഗാഢതയിൽ യാതൊരു മാറ്റവും വരില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? അതായത് ഇവിടുന്ന് കോപ്പർ പോയിട്ട് അയോണിന്റെ മേലെ പറ്റിപ്പിടിക്കുന്ന അതേ സമയം തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കോപ്പർ റോഡിൽ നിന്ന് കോപ്പർ ഈ സൊല്യൂഷനിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ കോപ്പർ ദണ്ടിലെ കോപ്പർ ഈ ലായനിയിലേക്ക് വരുന്നുണ്ട്.
ഇവിടുന്ന് ഒരു കോപ്പർ പോകുന്ന അതേ സ്പോട്ടിൽ അല്ലെങ്കിൽ അതേ സമയം തന്നെ ഇവിടുന്ന് ഒരു കോപ്പർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റിയാക്ഷൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം പൂർത്തിയായാലും ഇവിടെ എടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ഗാഢതയിൽ യാതൊരു മാറ്റവും വരില്ല. ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് ആർക്കൊക്കെയാണ്? കോപ്പർ ദണ്ടിന്റെ കട്ടി കുറഞ്ഞു, അയൺ ബാങ്കിൾ അല്ലെങ്കിൽ ഇരുമ്പ് വളയുടെ മേലെ കോപ്പറിന്റെ ഡെപ്പോസിഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഇരുമ്പ് വളയുടെ മേലെ കോപ്പർ അടിഞ്ഞുകൂടി. ഇത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇപ്പൊ നാം പഠിച്ച ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം ചെയ്ത ചില വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ് സ്വർണം പൂശിയ ആഭരണങ്ങള്, വെള്ളി പൂശിയ ആഭരണങ്ങള്, ഇവയൊക്കെ. അപ്പൊ നമുക്ക് ഈ സ്വർണവും വെള്ളിയും അതായത് സിൽവറും ഗോൾഡും ഒക്കെയാണ് ഒരു മെറ്റലിന്റെ മേലെ കോട്ടിംഗ് അല്ലെങ്കിൽ ലേപനം ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തില് ഇങ്ങനെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ മെറ്റൽസിന്റെ പേരും ആ മെറ്റലിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അതായത് ലോഹങ്ങളുടെ പേരും ആ ലോഹം കൊണ്ട് ലേപനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേരും തന്നുകൊണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെറ്റൽ അല്ലെങ്കിൽ ലോഹങ്ങളാണ് ആദ്യത്തെ ബോക്സ്, ഇലക്ട്രോലൈറ്റ് ആണ് രണ്ടാമത്തെ ബോക്സ്. ആദ്യത്തെ മെറ്റൽ സിൽവർ ആണ്, അതായത് വെള്ളിയാണ്. വെള്ളി കൊണ്ട് അല്ലെങ്കിൽ സിൽവർ കൊണ്ടാണ് നമ്മൾ ഒരു മെറ്റലിന്റെ മേലെ പ്ലേറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾ നോക്കും അവിടെ എന്താ ഒരു സോഡിയം സയനൈഡ് കിടക്കുന്നതെന്ന്. അതായത് ഒന്നുകിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് ലായനിയുടെ കൂടെ സിൽവർ സയനൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സിൽവർ സയനൈഡ് ലായനി എടുക്കുക. അതല്ലെങ്കിൽ ഇയാൾ എടുക്കണ്ട, ഇതിലേതെങ്കിലും ഒരാള് ഓപ്ഷണൽ ആണ്, ഇതില്ല. ഇനി അടുത്ത ആള് മാത്രം എടുക്കുക. സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സിൽവർ സയനൈഡ് ലായനി, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഈ സിൽവർ സയനൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി ഇവിടെ മസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ ഒന്നുകിൽ ആദ്യം പറഞ്ഞ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി എടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ പറഞ്ഞ ആൾ എടുക്കുക. ഇതാണ് സിൽവർ കൊണ്ട് കോട്ടിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത് ഗോൾഡ് കൊണ്ട് കോട്ടിംഗ് ചെയ്യുക, അതായത് സ്വർണം പൂശിയ ആഭരണങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വർണം കൊണ്ടാണ് ഒരു മെറ്റലിന്റെ മേലെ കോട്ടിംഗ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുത ലേപനം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ. അതായത് സോഡിയം സയനൈഡിന്റെ കൂടെ ഗോൾഡ് സയനൈഡിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയും കൂടെ ചേർത്തതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഇത്രയാണ് ഈ പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ. ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന ടോപ്പിക്കോടെ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. ചാപ്റ്ററിന്റെ പേര് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അതായത് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്നാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. അടുത്ത വീഡിയോകൾക്കായി ഓക്സ്ഫോർഡ് അക്കാദമി കേരള എന്ന ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി, സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.